ദേശീയ മാനവിക വേദി 3-ാം വാർഷികാഘോഷം സെക്യുലർ ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പരിപാടിയിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. സെമിനാറുകൾ, യുവസദസ്സുമായുള്ള സംവാദങ്ങൾ എന്നിവ പരിപാടിയിൽ നടക്കും. സർഗവേദി ബാലുശ്ശേരിയുടെ 2025-26 വർഷത്തെ കഥ, കവിതാ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സി കൊമ്പിലാടൻ കഥാ പുരസ്കാരം പുണ്യ CR എഴുതിയ കൊളം കൊളക്കര എന്ന കഥാസമാഹാരത്തിനും, പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ കവിതാ പുരസ്കാരം രാഹുൽ S എഴുതിയ പറങ്കി എന്ന കവിതാ സമാഹാരത്തിനും ലഭിച്ചു. സെപ്റ്റംബറിൽ ബാലുശ്ശേരിയിൽ നടക്കുന്ന സർഗവേദി ദശവാർഷിക യോഗത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 22ാമത് ബിരുദാനന്ദ ചടങ്ങ് ഓഗസ്റ്റ് 29 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗുരുദേവ് രബീന്ദ്രനാഥ ടാഗോർ തിയേറ്ററിൽ നടക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ബിരുദം നേടുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങായിരിക്കും ഇത്തവണത്തേതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30ാമത് സംസ്ഥാനതല കായികമേള ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. 118 ഇനങ്ങളിൽ 900ഓളം വിദ്യാർത്ഥികൾ അവരുടെ കായിക മികവിന്റെ മാറ്റുരയ്ക്കുമെന്ന് അധ്യാപകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കുന്ന മീം കവിയരങ്ങിന്റെ ഭാഗമായുള്ള അലിഫ് മീം കവിതാ പുരസ്കാരം കവി OP സുരേഷിന്. വരുന്ന ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന മീം കവിയരങ്ങിൽ ഉദ്ഘാടന വേദിയിൽ വെച്ച് അവാർഡ് ജേതാവിന് സമ്മാനിക്കും. പ്രവാചകർ മുഹമ്മദ് നബിയെക്കുറിച്ച് OP സുരേഷ് രചിച്ച മുത്തുവെളിച്ചം എന്ന കവിതയാണ് അവാർഡിന് അർഹമായത്.